വെൽക്കം ടു വൺസ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൽ തന്നെ നമുക്ക് SST പറയാനുണ്ട്, OST പറയാനുണ്ട്, ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഒക്കെ പറയാനുണ്ട്. ഓക്കെ, ഇൻ ദി സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വേറെ പേര് പറയാൻ പറ്റുമോ അതിന്റെ? ഇറ്റ് ഈസ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ദിസ് ഈസ് ഓൾസോ ടേംഡ് ആസ് ആബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്. ആബ്സല്യൂട്ട് മിനിമം സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. വേറെ പേര് പറയാൻ പറ്റുമോ? ദിസ് ഓൾസോ ടേംഡ് ആസ് നോൺ പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, സാധനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യാണ് മുന്നോട്ട് റോഡിലൂടെ. ലെറ്റ്സ് സേ കാറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ടിൽ മൂവ് ചെയ്യുന്ന വണ്ടി പെട്ടെന്ന് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നുണ്ടാവുക, നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടിയില്ല എന്ന് വരും. നമ്മൾ ആ മുന്നിലുള്ള വണ്ടിയുമായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത ആളുമായിട്ടോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊളൈഡ് ചെയ്യും. ഓക്കെ, അതായത് ആക്സിഡന്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുണ്ടാവാൻ പാടില്ല. നിങ്ങൾ വണ്ടിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഡൻലി ഫ്രണ്ടിലുള്ള എന്തെങ്കിലും സാധനം സഡൻലി ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ, അത് ഒരാൾ ക്രോസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ മൂവ് ചെയ്യുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാവാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ കൊളൈഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വണ്ടി എന്ത് ചെയ്യണം? സേഫ് ആയിട്ട് നിർത്താൻ പറ്റണം. അതിനുവേണ്ടി നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. യെസ്, റൂൾസ് പറയുന്നത് നമ്മൾ മുന്നിൽ മൂവ് ചെയ്യുന്ന വണ്ടിയായിട്ട് ഒരു 3 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷനോ എന്തെങ്കിലും തകരാറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സേഫ്ലി കൊളൈഡ് ചെയ്യാതെ നമുക്ക് സേഫ്ലി നമ്മുടെ വണ്ടി നിർത്താൻ പറ്റും. ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന ഒബ്സ്ട്രക്ഷനുമായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അതായത് ഡ്രൈവർ ഞാനാണെങ്കിൽ എനിക്ക് ആ പറയുന്ന എൻ്റെ മുന്നിലുള്ള റോഡ് ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലേക്ക് കാണാൻ പറ്റണം. ഏകദേശം 3 മീറ്റർ വരെ എനിക്ക് എൻ്റെ മുന്നിലുള്ള റോഡ് കാണാൻ പറ്റണം. അതിനുശേഷമേ മറ്റൊരു വണ്ടിയായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള വണ്ടിയുമായിട്ട് എൻ്റെ വണ്ടിക്ക് ഉള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആയിരിക്കണം. ആ ഒരു ലെങ്ത് ഓഫ് ദ റോഡ് വിസിബിൾ ahead to the driver. The length of the road visible ahead to the driver, so that we can safely stop the vehicle without colliding. അതിനാണ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, it is a distance visible ahead to the driver so as to stop the vehicle safely without collision ആണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഡ്രൈവർ ട്രാവൽ ചെയ്യുന്ന ഹൈറ്റ്, അതായത് നോക്കിയ കാറിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളുണ്ടാവും ഡ്രൈവർ, ലോറിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഡ്രൈവർ ഉണ്ട്. ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഹൈവേ എഞ്ചിനീയറിംഗിൽ മൊത്തം അല്ലെ റോഡ് അല്ലെങ്കിൽ ഹൈവേ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വി ഓൾവേസ് കൺസിഡർ ദ ഹെവിയസ്റ്റ് വെഹിക്കിൾ ആണ് ട്രക്ക് ട്രെയിലർ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ അല്ലെ? യെസ്, അതാണ് ഹെവിയസ്റ്റ് വെഹിക്കിൾ. അതായത് നിങ്ങളുടെ ഡ്രൈവർ ഫ്രം ദ റോഡിന്റെ സർഫസിൽ നിന്നും ഡ്രൈവർ എത്രയോ ഉയരത്തിലായിരിക്കും. കാറിലാണെങ്കിലും കുറച്ച് ഉയരത്തിലാണ്, അല്ലെ ബസ്സിലോ അല്ലെങ്കിൽ ട്രക്കിലോ ആണെങ്കിൽ അയാൾ നല്ല ഉയരത്തിലാണ്. ഏതാണ്? ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ ക്യാപിറ്റൽ H, ഹൈറ്റ് ഓഫ് ദ ഡ്രൈവർ എബവ് ദ ഗ്രൗണ്ട്. ഹൈറ്റ് ഓഫ് ഡ്രൈവർ ആണ് എബവ് ദ റോഡ് ആണ്. ഡ്രൈവർ above the road ആണ്. എത്ര എടുക്കാറുള്ളത് ഈ വാല്യൂ? ദാറ്റ് വാല്യൂ ഈസ് കൺസിഡർഡ് ആസ് 1.2 മീറ്റർ ആണ്. ആ വാല്യൂ നമ്മൾ കൺസിഡർ എത്രയാണ്? 1.2 മീറ്റർ ആണ് നമ്മൾ ആ വാല്യൂ കൺസിഡർ ചെയ്യാറുള്ളത്. അതേപോലെ മറ്റൊരു ഹൈറ്റും കൂടി നമ്മൾ പറയാറുണ്ട്. ഏതാണ് ഹൈറ്റ്? ദ നെക്സ്റ്റ് ഹൈറ്റ് ഈസ് സ്മോൾ h ആണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്സ്ട്രക്ഷൻ ആണ്. ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ആണ്. നമ്മൾ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യാണല്ലോ, എന്തോ ഒരു തടസ്സമുള്ളത് കൊണ്ട്. ഓക്കെ, ആ തടസ്സം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മൂവ് ചെയ്യുന്ന വേറൊരു വണ്ടി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആള് ക്രോസ് ചെയ്താവാം, പെട്ടെന്നൊരു ഡോഗ് ക്രോസ് ചെയ്താവാം. അപ്പോൾ ഹൈറ്റ് നമുക്ക് പല ഹൈറ്റുള്ള ഒബ്സ്ട്രക്ഷൻസ് ആവാം. അതുകൊണ്ട് IRC കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.15 മീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് SSD, ലെങ്ത് ഓഫ് ദ റോഡ് വിസിബിൾ ahead to the driver so that we can safely stop our vehicle without colliding the obstruction ആണ്. ഒബ്സ്ട്രക്ഷൻ എന്തുമാവാം. ആൻഡ് ഇവിടെ പറയുമ്പോൾ നമ്മുടെ ഡ്രൈവർ വണ്ടിയിൽ എത്ര ഹൈറ്റിലുള്ളത്? ഹൈറ്റ് ഓഫ് ദ ഡ്രൈവർ എബവ് ദ റോഡ്. അതായത് ലോറിയിലോ അല്ലെങ്കിൽ വലിയ വെഹിക്കിളിലാണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ ഡിസൈൻ ആസ്പെക്ട് മൊത്തം എങ്ങനെയാണ്? ഹെവിയസ്റ്റ് വെഹിക്കിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ക്യാപിറ്റൽ H 1.2 മീറ്റർ ആണ്. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്സ്ട്രക്ഷൻ എത്രയാണ്? യെസ്, 0.15 മീറ്റർ ആണ്. നോക്കിയേ, ഈ പരിപാടിയിൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട്? ഫോർമുല ചോദിക്കാറുണ്ട്. അതുകൊണ്ട് SSDനെ നമ്മളൊന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നോക്കി, ഇതാണ് നമ്മുടെ റോഡ് പോയിരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് സേ നമ്മൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യാണ്. ഒരു ഹെവിയസ്റ്റ് വെഹിക്കിൾ ആണ്. കണ്ടാൽ കാർ പോലെ ഉണ്ട്, ബട്ട് ലെറ്റ്സ് സേ ഒരു ഹെവിയസ്റ്റ് വെഹിക്കിൾ ആണ്. ഓക്കെ അല്ലെ? ആൻഡ് ഈ കാർ നമ്മൾ പല സെയിം കാറാണ്, ഒരേ വണ്ടിയാണ് വരച്ചിരിക്കുന്നത്. പല ഇൻസ്റ്റന്റിൽ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, യെസ്, നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയായിരിക്കും
നമ്മൾ ഇവിടെ വരാൻ പോകുന്ന പരിപാടി എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഒബ്സ്ട്രക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒബ്സ്ട്രക്ഷൻ. ആൻഡ് ഒരേ വണ്ടിയാണ്, ഒരേ ആളാണ്, പല പല മൊമെന്റിൽ കാണിച്ചിരിക്കുന്നു. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ഇൻസ്റ്റന്റ് നമ്പർ 1, ഇൻസ്റ്റന്റ് നമ്പർ 2 ആണ്, ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഇസ് ഇൻസ്റ്റന്റ് നമ്പർ 3 ആണ്. നോക്കിയേ, നിങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയപ്പോഴാണ് നിങ്ങൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് കാണുന്നത്. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയുള്ളത്? 1 എന്ന് പറയുന്ന പൊസിഷനിലാണ്. ആൻഡ് യു ആർ ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് വാട്ട്? നിങ്ങൾ v എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് v മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. യെസ്, സ്മോൾ v രേഖപ്പെടുത്തിയാൽ നമ്മൾ പറഞ്ഞതാണ്, സ്മോൾ v എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിലും ക്യാപിറ്റൽ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കിലോമീറ്റർ പെർ അവറിലാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ 1 എന്ന് പറയുന്ന പൊസിഷനിൽ നിങ്ങൾ ഒബ്സഷൻ കാണുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ റിയാക്ഷൻസ് ഉണ്ടാവുക? നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? 1 എന്ന് പറയുന്ന പൊസിഷനിൽ ആൾക്കറിയാം അവിടെ ഒരു ഒബ്സഷൻ ഉണ്ടെന്നും ഞാൻ എൻ്റെ വണ്ടി ചവിട്ടി നിർത്തണമെന്നും അയാൾ ചിന്തിക്കുകയായിരിക്കും. ചിന്തകൾ മാത്രമേ പോകുന്നുള്ളൂ. എവിടെ മുതൽ? 1 മുതൽ 2 വരെ ചിന്തകൾ മാത്രമേ പോകുന്നുള്ളൂ. 1 മുതൽ 2 വരെ എന്ന് പറയുന്ന ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഇൻസ്റ്റന്റില് എനിക്ക് വണ്ടി നിർത്തണമെന്നും മുന്നിൽ ഒബ്സഷൻ ഉണ്ടെന്നും വണ്ടി സേഫ് ആയിട്ട് അതിനെ കൊളൈഡ് ചെയ്യാതെ നിർത്തണമെന്നുമുള്ള ചിന്തകൾ മാത്രമേ നടക്കുന്നുള്ളൂ 1 to 2. ദാറ്റ്സ് വൈ യാതൊരു തരത്തിലുള്ള ആക്ഷൻ നടക്കുന്നില്ല അല്ലെ? ആക്ഷനും ചിന്തകൾ വന്നാലല്ലേ അതിന് ശേഷമുള്ള ആക്ഷൻ നടക്കുള്ളൂ. സോ സംതിങ് ഈസ് ലാഗിങ്. ദാറ്റ്സ് വൈ ദിസ് ഡിസ്റ്റൻസ് സിസ്റ്റം ഡാസ് ലാഗ് ഡിസ്റ്റൻസ്. 2 എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റന്റ് ശേഷമാണ് അയാളുടെ ചിന്തകൾക്കനുസരിച്ച് അയാൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അയാൾ എഫക്റ്റീവ്ലി വണ്ടി എന്ത് ചെയ്തു? അയാൾ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസിനെ പറയപ്പെടുന്നു ബ്രേക്ക് ഡിസ്റ്റൻസ്. ഈ പറയുന്ന 2 to 3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ശ്രദ്ധിക്കുക, 1 to 2 ഒരു തരത്തിലുള്ള ആക്ഷനുകൾ നടക്കുന്നില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആക്ഷൻ നടക്കുന്നില്ല. ചിന്തകൾ മാത്രമേ. ചിലപ്പോൾ അയാൾ ഞെട്ടിപ്പോയിണ്ടാവും, ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് കലിപ്പ് വന്നിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അയാൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടാവാം. എന്തായാലും വേണ്ടില്ല, ചിന്തകളാണ് 1 to 2 നടക്കുന്നത്. യാതൊരു തരത്തിലുള്ള ആക്ഷൻ നടക്കുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് ലാഗ് ഡിസ്റ്റൻസ്. നോക്കിയേ, 1 to 2 യാതൊരു തരത്തിലുള്ള ആക്ഷൻ നടക്കുന്നില്ല. അതായത് വെലോസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? 1 അയാൾ കണ്ടു ഒബ്സഷൻ ഉണ്ട്, 2 വരെ അയാൾ ബ്രേക്ക് തൊട്ടിട്ടില്ല. അയാൾ തൊടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ ചിന്തകൾ നടക്കുന്നുണ്ട്, ബട്ട് തൊട്ടിട്ടില്ല. അതായത് 2 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലും വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? v തന്നെയായിരിക്കും. there is no change in the velocity. 2 എന്ന് പറയുന്ന പോയിന്റിന് ശേഷം അയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു, വണ്ടിന്റെ വെലോസിറ്റി കുറഞ്ഞു, ആൻഡ് സേഫ് ആയിട്ട് ഒബ്സ്ട്രക്ഷനെ കൊളൈഡ് ചെയ്യാതെ അയാൾ എന്ത് ചെയ്തു? അയാൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് ഈസ് അറ്റ് ദാറ്റ് പോയിന്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സോ 1 to 2 എന്ന് കാണിച്ചിരിക്കുന്ന, 1 to 3 എന്ന് കാണിച്ചിരിക്കുന്ന ഈ വലിയ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ SSD എന്ന് പറയാം. സോ ഒരു കാര്യം ഉറപ്പാണ്, യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ SSD. ഫസ്റ്റ് വൺ ഏതാണ്? SSD is sum of ഏതൊക്കെയാണ്? ലാഗ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എ സം ഓഫ് ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് എ സം ഓഫ് ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഓക്കെ ആണോ? യെസ്, ഇറ്റ് സം ഓഫ് ലാഗ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്ക് ഡിസ്റ്റൻസ്. നോക്കിയേ, IRC പറയുന്ന ചില കാര്യങ്ങൾ. 1 മുതൽ 2 വരെ വെലോസിറ്റി മാറുന്നില്ല. ആൻഡ് പഴയ ഫിസിക്സ് പറയുന്നത് യെസ്, ഡിസ്റ്റൻസ് ഈസിക്കൽ ഒന്നാണ്. പഴയ ഫിസിക്സ് അല്ല, ഇപ്പോഴത്തെ ഫിസിക്സ് അത് തന്നെയാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഈസിക്കൽ ഒന്നാണ്, വെലോസിറ്റി ഇൻടു ടൈം എന്നാണ്. അതായത് 1 to 2 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. വി ഓൾറെഡി ഹാവ് ദ വെലോസിറ്റി അല്ലെ? വെലോസിറ്റി ഉണ്ട് നമുക്ക് ഓൾറെഡി. എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1 to 2. യെസ്, 1 to 2 എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം അറിഞ്ഞാൽ മതി. എന്താണ് 1 to 2? ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. അതിനനുസൃതമായ ചിന്തകൾ നടന്നതിന് ശേഷം രണ്ടാമത്തെ പോയിന്റിന് ശേഷമാണ് അയാൾ റിയാക്ട് ചെയ്തത്. ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ദാറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് 1, ആൻഡ് അതിന് അനുസൃതമായ റിയാക്ഷൻ അയാൾ കൊടുത്തത് 2 എന്ന് പറയുന്ന പോയിന്റിന് ശേഷമാണ്. അതായത് ഇത്രയും ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ റിയാക്ഷൻ. ദാറ്റ്സ് വൈ ദിസ് ടൈം ഈസ് ടേംഡ് ആസ് റിയാക്ഷൻ ടൈം. ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ യെസ്, അതിനനുസൃതമായ റിയാക്ഷൻ കൊടുക്കാൻ എടുക്കുന്ന സമയം. 1 സിറ്റുവേഷൻ ഉണ്ടായത്, 2 വരെ അയാൾ റിയാക്ഷൻ ചെയ്തിട്ടില്ല. അയാൾ റിയാക്ട് ചെയ്തത് 2 ശേഷമാണ്. സോ ഈ 1 to 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റിയാക്ഷൻ ടൈം ആണ്. ആൻഡ് ആസ് പെർ IRC റിയാക്ഷൻ ടൈം ഫോർ SSD ഈസ് ടേക്കൺ ആസ് എത്രയാണ്? 2.5 സെക്കൻഡ് ആണ്. 2.5 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 2.5 സെക്കൻഡ്സ് ആണ് SSDയുടെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. SSDയുടെ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 സെക്കൻഡ്സ് ആണ്.
2.5 seconds ആണ്. ക്ലിയർ അല്ലേ? അതായത് വെലോസിറ്റി v ആണ്, ടൈം 2 ആണ്. സോ യു ക്യാൻ റൈറ്റ് ദ ഫോർമുല ഫോർ ലാഗ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് SSD which was is equal to lag distance അല്ലേ? അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക്, ദാറ്റ് ഈസ് lag distance is given by the formula, lag distance is given by the formula is equal to small v into എന്താണ് t ആണ്. lag distance is given by the formula small v into t ആണ്. ക്ലിയർ? small v into t ആണ്. ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം ബ്രേക്ക് ഡിസ്റ്റൻസ്. നോക്കിയേ, അതിന്റെ ഡെറിവേഷൻ ഉണ്ട്, അറിഞ്ഞിരിക്കുക. ദിസ് ഫോർമുല ഫോർ ബ്രേക്ക് ഡിസ്റ്റൻസ് ഈസ് v square divided by 2 into g into f ആണ്. v square divided by 2 into g into f ആണ്. Okay, that is break distance is given by the formula v square by 2 gf ആണ്. അങ്ങനെയാണെങ്കിൽ you can write down the formula for SSD which is equal to v into t plus small v square divided by 2 into g എന്താണ്? yes, acceleration due to gravity. f എന്താണ്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. f എന്ന് പറഞ്ഞാൽ എന്താണ്? that is nothing but the yes longitudinal coefficient of friction. That is the longitudinal coefficient of friction. Longitudinal coefficient of friction ആണ് നമ്മൾ എന്ത് പറയുന്നത്? yes, f എന്ന് പറയുന്നത്, അല്ലാതെ lateral coefficient of friction അല്ല. lateral coefficient of friction അല്ല, longitudinal coefficient of friction ആണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വാല്യൂ എത്രയാണ്? 0.35 ആണ്. if nothing else is mentioned, consider the value 0.35 for longitudinal coefficient of friction. ക്ലിയർ അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SSD എന്ന് പറയുന്നത്, which is sum of lag plus എന്താണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. ലാഗ് പ്ലസ് എന്താണ്? ബ്രേക്ക് ഡിസ്റ്റൻസ് ആണ്. നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം ബേസ്ഡ് ഓൺ ദിസ്. ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ്. നോക്കിയേ, യെസ്, ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? The coefficient of friction in the longitudinal direction of highway is estimated as 0.396. അപ്പോൾ അവർ എന്ത് തന്നിട്ടുണ്ട്? f is given which is equal to 0.396 ആണ്. ഓക്കെ, the braking distance for a car moving at a speed of 65 km/h എന്നാണ് ചോദ്യം. 65 km/h എന്നാണ് ചോദ്യം. സോ ക്യാപിറ്റൽ V എത്രയാണ്? ക്യാപിറ്റൽ V ആണ് തന്നിരിക്കുന്നത്, which is 65 km/h ആണ്. നോക്കിയേ, നമ്മൾ എഴുതിയ ഫോർമുല ഫോർ SSD ഏതായിരുന്നു? yes, SSD is equal to VT plus V square divided by 2 GF ആണ്. where V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആയിരുന്നു in the unit meter per second. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആയിരുന്നു. if nothing else is mentioned, the value is 2.5 second. okay, and G value അറിയാം, and F is nothing but എന്താണ്? coefficient of longitudinal friction. if nothing else is mentioned, എത്രയാണ് വാല്യൂ? 0.35 ആണ്. ഇതേ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും in terms of capital V, that is SSD is equal to 0.278 capital V into T plus capital V square divided by എത്രയാണ്? 254F ആണ്. 254F ആണ്. ഇതെന്താ മാറ്റം വന്നിരിക്കുന്നത്? ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ സെയിം ആണ്, SSDയുടെ സെയിം ഇക്വേഷൻ ആണ്. ഇപ്പൊ എന്തായി മാറിയെന്നേ ഉള്ളൂ, ഇവിടെ ക്യാപിറ്റൽ V മാറി, സ്മോൾ v മാറി ക്യാപിറ്റൽ V ആയി. ദാറ്റ് ഈസ് നൗ ദ ഇക്വേഷൻ ഈസ് ക്യാപിറ്റൽ V കിലോമീറ്റർ പെർ അവറിലായി മാറി. അങ്ങനെയാണെങ്കിൽ 0.278 അല്ലെങ്കിൽ ചിലപ്പോൾ 0.277 എന്ന് കാണാം. ക്യാപിറ്റൽ V ഇൻറ്റു T പ്ലസ് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 254F എന്ന് പറയുന്ന ഫോർമുലയാണ്. ഓക്കെ അല്ലേ? സോ നോക്കിയേ, ഇപ്പൊ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റനിൽ നമ്മൾ പറഞ്ഞ പോലെ ക്യാപിറ്റൽ V ആണ് തന്നിരിക്കുന്നത്, 65 km/h. F is equal to 0.396. yes, F is equal to എന്താണ്? 0.396. നിങ്ങൾക്ക് അറിയാം ക്യാപിറ്റൽ V നെ സ്മോൾ v എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ക്യാപിറ്റൽ V ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 5/18 ചെയ്താൽ മതി അല്ലേ? ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ എന്തായിരിക്കും? സ്മോൾ v ആയിരിക്കും അല്ലെ? 5/18 പഴയ 4ാം ക്ലാസ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ദ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു the braking distance is equal to സ്റ്റെപ്പ് എല്ലാം എഴുതണേ, എല്ലാ ഫോർമുല എഴുതുക. എല്ലാ തവണയും നമ്മൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ എല്ലാ ഫോർമുലയും എഴുതുക, നല്ല കാര്യമാണ്. ഇപ്പൊ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അതായത് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 254 ഇൻറ്റു എന്താണ്? F ആണ്. എത്രയാണ് ക്യാപിറ്റൽ V സ്ക്വയർ? 65 കിലോമീറ്റർ ആണ്. കാരണം ഇപ്പൊ ക്യാപിറ്റൽ V ആണല്ലോ, ദാറ്റ് ഈസ് 65 km² ഡിവൈഡ് ബൈ 254 ഇൻറ്റു F ആണ്. F എത്രയാ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 0.396. ഇല്ലെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? 0.35 എടുക്കണം. സോ ഇൻറ്റു 0.396 ആണ്, ഇൻറ്റു 0.396. സോ ഇഫ് യു ഡു ദ കാൽക്കുലേഷൻ, നോക്കിയാൽ 65 സ്ക്വയർ, യെസ് 65 സ്ക്വയർ ഇൻ ഡിവൈഡ് ബൈ 254 ഇൻറ്റു 0.396 എത്രയാണ് വരുന്നത്? എക്സാക്ട്ലി എത്രയാണ് വരുന്നത്? ഏകദേശം നമുക്ക് 42 മീറ്റർ എന്ന് പറയുന്ന യെസ് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. വി ആർ ഹാവിംഗ് ദ ഓപ്ഷൻ സി ആണ്. നോക്കിയേ, ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്തിരുന്ന ഏതാണ്? യെസ്, സൈഡ് ഡിസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? സൈഡ് ഡിസ്റ്റൻസ് പറയുമ്പോൾ
സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഈ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ കയറ്റമുണ്ട് ഇറക്കമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം വരാൻ പോകുന്നത്? നിങ്ങൾ ആലോചിച്ചേ, നിങ്ങളൊരു ഇറക്കം ഇറങ്ങുകയാണ്, നിങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ കയറ്റം ഇറക്കം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു സാധനം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ചവിട്ടി, ബട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യപ്പെടും വണ്ടി, കാരണം ഇറക്കമാണ്. ഇനി അതല്ല കയറ്റമാണെന്ന് വെച്ചോ, കയറ്റം നിങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒബ്സഷൻ വന്നു, നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾ വണ്ടി ചവിട്ടിയാലും പെട്ടെന്ന് അതാ എന്താവും, വണ്ടി നിർന്നോളും, കാരണം കയറ്റമാണ്, അത് മുന്നോട്ട് ഫർദർ മൂവ് ചെയ്യില്ല. സോ ഇറക്കത്തിൽ SSD കൂടുതലായിരിക്കും, കയറ്റത്തിൽ SSD കുറവായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്, ഫർദർ പോയിന്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോക്കിയേ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? വി വർ ടോക്കിംഗ് അബൌട്ട് SSD ആയിരുന്നു അല്ലെ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ road visible ahead to the driver so that we can stop the vehicle safely without collision. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.